നമസ്കാരം പ്രേക്ഷകരെ. ഈ പാകിസ്ഥാന്റെ മലർന്നു കിടന്നുള്ള തുപ്പൽ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. കാരണം ചാമ്പ്യൻസ് ട്രോഫിയും കഴിഞ്ഞു, ഇന്ത്യ കിരീടവും കൊണ്ടുപോയി അടുത്ത IPL-ലേക്ക് വേണ്ടി താരങ്ങൾ തയ്യാറെടുക്കുകയും ചെയ്യുകയാണ്. പക്ഷേ പാകിസ്ഥാനിലെ ഇതിഹാസ താരങ്ങൾക്ക് ഇപ്പോഴും ആ ചൊരുക്കും ചൊറിയും ഒന്നും മാറുന്നില്ല. കാരണം ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാൻ ഹോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ആ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പാകിസ്ഥാൻ തന്നെ പുറത്താക്കേണ്ടി വന്നു. അതിന് പിന്നാലെ ഇന്ത്യ സെമിഫൈനലിൽ കൂടി കയറിയതോടെ ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ നിന്നും പുറത്തായി. പിന്നാലെ ദുബായിലായിരുന്നല്ലോ മത്സരങ്ങൾ നടന്നത്. അതിൻ്റെ എല്ലാ ചുരുക്കും കലിപ്പും പാകിസ്ഥാൻ താരങ്ങൾക്കുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് പാകിസ്ഥാൻ താരങ്ങൾ മാറിയപ്പോൾ ഇനി അവർക്കുള്ള ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ IPL മുടക്കുക എന്നുള്ളതാണ്. കാരണം ഇനി ആകെ ഒരു പിടിവള്ളി IPL ആണ്. അതിലാണെങ്കിൽ ഒരൊറ്റ പാകിസ്ഥാൻ കളിക്കാരൻ പോലും ഇല്ലേ എന്തായാലും. അപ്പോൾ അവരാകെ കൂടെ ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം അവർക്കിനി പിടിച്ചു നിൽക്കാനൊന്നുമില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു ചാമ്പ്യൻസ് ട്രോഫി കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ഇൻസമാം ഉൽ ഹക്ക് പാകിസ്ഥാൻ്റെ എക്കാലത്തെയും മികച്ച പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ പ്ലെയറിംഗ്, അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയെ പറ്റി ഒരു സംശയവുമില്ല. ഏറ്റവും മികച്ച ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ തന്നെയാണ് ഇൻസമാം ഉൽ ഹക്ക്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മണ്ടത്തരമായ ചില ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹം പറയുന്നത് IPL-ലേക്ക് മറ്റ് രാജ്യങ്ങളിലുള്ള താരങ്ങളെ അയക്കുന്നത് മറ്റ് രാജ്യങ്ങൾ നിർത്തണമെന്നാണ് പറയുന്നത്. ഏത് IPL-ലേക്ക് മറ്റ് രാജ്യങ്ങളിലുള്ള താരങ്ങൾ അയക്കുന്നത് നിർത്തണമെന്നാണ് ഇൻസമാം ഉൽ ഹക്ക് പറയുന്നത്. ആലോചിച്ച് നോക്കി, ചിരിയല്ലേ വരുന്നത് ഇത് കേട്ടിട്ട്. കാരണം IPL തന്നെ ഈ ലോക ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് IPL. BCCIക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതാണ് IPL എന്നുള്ളത് മാറ്റിവെച്ചോളൂ. ലോക ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന IPL-ൽ മറ്റ് രാജ്യങ്ങൾ വരുന്നത് മറ്റ് രാജ്യങ്ങൾ തടയണമെന്നാണ്. ആ മറ്റ് രാജ്യങ്ങളിലുള്ള കളിക്കാർ പോകുന്നത് ആ രാജ്യക്കാർ തടയണം. ഇതാണ് ഇൻസമാം ഉൽ ഹക്കിൻ്റെ വാക്കുകൾ. ഒറ്റ കാര്യം മാത്രമേ ഉള്ളത്, ഇത് പാകിസ്ഥാൻ സൂപ്പർ ലീഗ് PSL ഒന്നും അല്ല, ഇത് IPL ആണ്. അതായത് ഈ ഒറ്റ വാചകത്തിൽ നമുക്ക് ഇൻസമാം ഉൽ ഹക്കിന് മറുപടി കൊടുക്കാം. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വിശദമായി പറയാം. അതായത് ഇൻസമാം ഉൽ ഹക്ക് പറയുന്നത് അങ്ങോട്ടില്ലെങ്കിൽ ഇങ്ങോട്ടും വേണ്ട. അതായത് പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ PSL-ൽ ഇന്ത്യക്കാർ വരുന്നില്ല. എന്തുകൊണ്ടാണ് കാരണം? ഇത് പാകിസ്ഥാൻ ഉണ്ടാക്കിയ പ്രശ്നം കാരണമാണ്. ആലോചിച്ച് നോക്കണം. ഇന്നും ആ 2008-ലെ ഭീകരാക്രമണത്തിന് ശേഷം നമുക്ക് ഒരു പാകിസ്ഥാനിലേക്ക് നമ്മൾ ഒറ്റ മത്സരം വെച്ചിട്ടില്ല. നമുക്ക് ഇന്ത്യൻ താരങ്ങൾ പാകിസ്ഥാനിലോട്ട് അയക്കുന്നത് ചുമ്മാ ഈ കപ്പലണ്ടി കച്ചവടം നടത്തുന്ന പോലെയല്ലല്ലോ. നമ്മുടെ താരങ്ങൾ അത്രമേൽ സുരക്ഷിതരാകേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ്. അങ്ങനൊരു ഭീകരാക്രമണം നടത്തിയ ഒരു രാജ്യത്തിലേക്ക് വീണ്ടും എന്ത് വിശ്വസിച്ചാണ് താരങ്ങളെ അയക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകില്ല എന്ന് കൃത്യമായി അറിയിക്കുകയും ചെയ്തത്. പക്ഷേ ആ ചുരുക്ക് തീർക്കണമല്ലോ ഇൻസമാം ഉൽ ഹക്കിനെ പോലുള്ള താരങ്ങൾക്ക്. എന്തായാലും ഇങ്ങോട്ടില്ലെങ്കിൽ അങ്ങോട്ടും വേണ്ട, PSL-ലേക്ക് ഇന്ത്യൻ താരങ്ങളെ അയക്കുന്നില്ല, അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളും പോകരുതെന്നുള്ള ഒറ്റ കാരണം ഒരു കാര്യമുണ്ട്, IPL-ലേക്ക് പാകിസ്ഥാനിൽ ഒരൊറ്റ താരത്തിനെ എടുക്കത്തില്ല. അത് വേറൊരു കാര്യം. ചില താരങ്ങളൊക്കെ വരുമെന്നുള്ള കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നടക്കുന്നെങ്കിൽ നടക്കട്ടെ. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ ഒരു കളിക്കാരെയും വിടരുത് എന്നുള്ള ഇൻസമാം ഉൽ ഹക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ പുച്ഛിച്ച് മാത്രമാണ് ക്രിക്കറ്റ് ലോകം തള്ളിക്കളയുന്നത്. കാരണം IPL മറ്റ് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട താരങ്ങൾ പോലും ഉറ്റുനോക്കുന്നതാണ് ഈ IPL എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കിയേ, ഹാരി ബ്രൂക്ക് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് 2 വർഷത്തേക്ക്, അകാരണമായി പെട്ടെന്ന് പിൻവലിയുക എന്നുള്ളത്. പക്ഷേ മറ്റു താരങ്ങളൊന്നും അങ്ങനെയല്ല. എല്ലാവരും IPL അത്രമേൽ ഉറ്റുനോക്കുകയാണ്. എല്ലാവരും IPL കളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഏത് രാജ്യാന്തര പ്ലെയറിനോട് പോയി ചോദിച്ചാൽ പോലും, ഒരു അഭിമുഖം എടുത്ത് നോക്കിയാൽ പോലും IPL ഒരു ക്ലബിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത്, അവരുടെ ഒരു ഫ്രാഞ്ചൈസിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യവും കൂടിയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് പാകിസ്ഥാൻ്റെ ഇതിഹാസ താരമായ ഇൻസമാം ഉൽ ഹക്കിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വരുന്നത്. എന്തായാലും മിച്ചൽ സ്റ്റാർക്ക് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി നമ്മൾ പറയണമല്ലോ. കാരണം സ്റ്റാർക്ക് പറയുന്നത് ഇന്ത്യൻ താരങ്ങൾ IPL മാത്രമാണ് കളിക്കുന്നത്, മറ്റ് ലീഗുകളിലൊന്നും പോയി ഈ ഇന്ത്യൻ താരങ്ങൾ കളിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ചാമ്പ്യൻസ് ട്രോഫി ഗുണകരമാകും, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി കളിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് വിഡിത്തമാണ് എന്നുള്ളതാണ് സ്റ്റാർക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അത് സത്യമല്ലേ? ദുബായിൽ പോയി കളിക്കുമ്പോഴേക്കും അത് ഹോം ഗ്രൗണ്ട് എന്ന പോലെയാണ് ചില താരങ്ങളൊക്കെ ഇവിടെ പറയുന്നത്. ഹോം ഗ്രൗണ്ടാണ് എന്നുള്ളതാണ്. രോഹിത് ശർമ്മ കൃത്യമായി ഒരു മറുപടി പറയുകയും ചെയ്തല്ലോ, ഇത് നമ്മുടെ ഹോം ഗ്രൗണ്ട് അല്ല. ദുബായ് പോലൊരു സ്ഥലത്ത് നമ്മൾ പുതുതായിട്ട് കളിക്കുമ്പോഴേക്കും പിച്ചുകൾ പുതുതാണ്, ഗ്രൗണ്ട് പുതുതാണ്. ഈ സ്ഥലത്ത് പോയി കളിക്കുന്നത് എങ്ങനെയാണ് ഹോം ഗ്രൗണ്ട് എന്ന് വിളിക്കുന്നതാണ് രോഹിത് ശർമ്മ ചോദിക്കുന്നത്. ഇന്ത്യൻ മണ്ണിലാണ് കളിച്ചതെങ്കിൽ പറയുന്നതിൽ ഒരു അർത്ഥം ഉണ്ടെങ്കിലും നമുക്ക് വെക്കാം. എന്തായാലും IPL കൊടിയേറാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 22-ാം തീയതി ക്രിക്കറ്റ് ആരാധകരൊക്കെ കാത്തിരിക്കുന്ന ആ ഒരു ലീഗ് ആരംഭിക്കുകയാണ്. ഏകദേശം ഒരാഴ്ചയും കൂടി അതിന് ബാക്കിയുള്ളൂ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് മറ്റ് രാജ്യങ്ങളിലുള്ള താരങ്ങളൊന്നും തന്നെ IPL-ലേക്ക് പോകരുത് എന്നുള്ള ഇൻസമാം ഉൽ ഹക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കൂടി വരുന്നത്. ഇൻസമാം ഉൽ ഹക്കിനുള്ള മറുപടി നിങ്ങൾ പ്രേക്ഷകർ തന്നെ നൽകിക്കോളൂ.